ലോകമേറെ ഭയപ്പെട്ടിരുന്ന ആ നിർണായക നിമിഷം ഒടുവിൽ വന്നെത്തിയിരിക്കുന്നു. ശനിയാഴ്ച പുലർച്ചെ പശ്ചിമേഷ്യയുടെ ആകാശം യുദ്ധവിമാനങ്ങളുടെ ഇരമ്പലാലും സ്ഫോടനങ്ങളുടെ പ്രകമ്പനങ്ങളാലും നടുങ്ങി. വർഷങ്ങളായി പുകഞ്ഞുകൊണ്ടിരുന്ന ഇസ്രയേൽ ഇറാൻ ശത്രുത അതിൻ്റെ ഏറ്റവും ഭീകരമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഇസ്രയേൽ നടത്തിയ പ്രതിരോധ ആക്രമണം ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. കേവലം സൈനിക താവളങ്ങളിൽ ഒതുങ്ങാതെ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ ഓഫീസിന് സമീപം വരെ സ്ഫോടനങ്ങൾ ഉണ്ടായെന്ന വാർത്തകൾ വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിന്റെ സൂചനയായി വേണം കാണാൻ. ഈ പ്രത്യാക്രമണം കേവലം ഒരു പ്രാദേശിക സംഘർഷമല്ല, മറിച്ച് ദശകങ്ങളായി നീണ്ടുനിന്ന നിഴൽ യുദ്ധം നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് മാറിയതിൻ്റെ പ്രഖ്യാപനമാണ്. ജനീവയിൽ വെച്ച് നടന്ന ആണവ ചർച്ചകൾ പരാജയപ്പെട്ടതാണ് ഈ നീക്കത്തിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വേണം കരുതാൻ. അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികൾ ഒരു ധാരണയിലെത്താൻ കഴിയാതെ പിരിഞ്ഞതോടെ നയതന്ത്രത്തിന്റെ വാതിലുകൾ അടഞ്ഞു. ഇതോടെ ഇറാന്റെ ആണവ പദ്ധതികൾ തടയാൻ സൈനിക നീക്കമല്ലാതെ മറ്റ് വഴികളില്ലെന്ന നിലപാടിലേക്ക് ഇസ്രയേൽ എത്തിയതായി വേണം കരുതാൻ. ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതും സൈനിക നടപടി സ്ഥിരീകരിച്ചതും ഗൗരവകരമായ സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു രാജ്യം അതിൻ്റെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും സജ്ജമാക്കി മറ്റൊരു രാജ്യത്തിന് മേൽ ആക്രമണം നടത്തുമ്പോൾ അത് മുൻകൂട്ടി നിശ്ചയിച്ച വലിയൊരു പ്ലാനിൻ്റെ ഭാഗമാണെന്ന് വ്യക്തമാണ്. ടെഹ്റാനിലെ ആകാശത്ത് പുകച്ചുരുളുകൾ ഉയരുന്ന ദൃശ്യങ്ങൾ ഇന്ന് ആഗോള മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് അയത്തുള്ള അലി ഖമേനിയുടെ ഓഫീസിന് നേരെ നടന്ന ആക്രമണം ഇറാനെ സംബന്ധിച്ചിടത്തോളം കേവലം സൈനികമായ ഒരു വെല്ലുവിളിയല്ല, മറിച്ച് തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള നേരിട്ടുള്ള പ്രഹരമാണ്. 86 വയസ്സുകാരനായ ഖമേനി വർഷങ്ങളായി ഇറാന്റെ രാഷ്ട്രീയവും മതപരവുമായ അധികാര കേന്ദ്രമാണ്. അദ്ദേഹത്തിന്റെ ഓഫീസിന് സമീപം സ്ഫോടനങ്ങൾ നടന്നതോടെ ഇറാൻ കടുത്ത ജാഗ്രതയിലാണ്. റോയിട്ടേഴ്സ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഖമേനിയെ സുരക്ഷിതമായ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ദിവസങ്ങളായി അദ്ദേഹം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാത്തതും അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം മുറുകുന്നതും ഈ നീക്കത്തിന് പിന്നിലെ വലിയ ഗൂഢാലോചനകളുണ്ടെന്ന സംശയം വർദ്ധിപ്പിക്കുന്നു. ഇസ്രയേലിനുള്ളിൽ തന്നെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണ്. ഹോം ഫ്രണ്ട് കമാൻഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ പ്രകാരം ജനങ്ങളോട് ബോംബ് ഷെൽട്ടറുകൾക്ക് സമീപം തന്നെ തുടരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും സൈനിക നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാനും നിർദ്ദേശമുണ്ട്. ഇസ്രയേലിലെ പ്രധാന നഗരങ്ങളിലെല്ലാം സൈറനുകൾ മുഴങ്ങുന്നത് വരാനിരിക്കുന്ന ഇറാന്റെ തിരിച്ചടിയെ ഇസ്രായേൽ എത്രത്തോളം ഗൗരവത്തോടെയാണ് കാണുന്നത് എന്നതിൻ്റെ തെളിവാണ്. സാധാരണ നിലയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെച്ച് അവശ്യ സേവനങ്ങൾക്ക് മാത്രം രാജ്യം മാറുന്നത് ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇസ്രയേൽ കാറ്റ്സിന്റെ പ്രസ്താവനയിൽ പറയുന്ന അടിയന്തര സാഹചര്യം പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളെ നേരിടാനുള്ള സജ്ജീകരണം കൂടിയാണ്. ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ പങ്ക് വളരെ നിർണായകമാണ്. ഈ ആക്രമണത്തിന് മുന്നോടിയായി പശ്ചിമേഷ്യയിൽ അമേരിക്ക വലിയ തോതിലുള്ള സൈനിക വിന്യാസം നടത്തിയിരുന്നു. അത്യാധുനിക യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും മേഖലയിൽ നിലയുറപ്പിച്ചത് ഇറാനെ സമ്മർദ്ദത്തിലാക്കാനായിരുന്നു. എന്നാൽ ജനീവ ചർച്ചകൾ പരാജയപ്പെട്ടതോടെ അമേരിക്കയുടെ സൈനിക സാന്നിധ്യം ഇസ്രായേലിന് നൽകുന്ന ധൈര്യം ചെറുതൊന്നുമല്ല. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നത് തടയാൻ ഇസ്രായേൽ നടത്തുന്ന ഈ നീക്കത്തിന് അമേരിക്കയുടെ പരോക്ഷ പിന്തുണയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. പശ്ചിമേഷ്യയിലെ ശക്തി സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഇറാന്റെ ആണവ ശേഷിയെ തകർക്കേണ്ടത് ഇസ്രായേലിന്റെ ആവശ്യമാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്തായിരിക്കും എന്നത് ലോകം ഉറ്റുനോക്കുന്ന കാര്യമാണ്. ഇതിനകം തന്നെ ഇറാൻ തങ്ങളുടെ വ്യോമപാത അടച്ചു കഴിഞ്ഞു. ഏതൊരു രാജ്യത്തെയും പോലെ തങ്ങളുടെ മണ്ണിൽ വീണ ഓരോ ബോംബിനും പകരം ചോദിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഹിസ്ബുള്ളയെയും ഹൂതികളെയും പോലെയുള്ള തങ്ങളുടെ സഖ്യകക്ഷികളെ ഉപയോഗിച്ച് ഇസ്രയേലിനെ വളയാൻ ഇറാൻ ശ്രമിച്ചേക്കാം. എന്നാൽ ഇത്തവണ ഇസ്രയേൽ നേരിട്ട് ഇറാന്റെ ഹൃദയഭാഗത്തെ തന്നെ ആക്രമിച്ചതുകൊണ്ട് ഇറാന്റെ തിരിച്ചടിയും നേരിട്ടുള്ളതാകാനാണ് സാധ്യത. ഇത് ലോക വിപണിയെയും എണ്ണവിലയെയും ഗുരുതരമായി ബാധിക്കും എന്നതിൽ സംശയമില്ല. സമുദ്രപാതകളിലെ തടസ്സങ്ങൾ ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കാൻ ശേഷിയുള്ളതാണ്. ചരിത്രപരമായി നോക്കിയാൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ശത്രുതയ്ക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. എന്നാൽ ഒരിക്കലും ഇത്ര പരസ്യമായ ഒരു ആക്രമണം ഇറാന്റെ മണ്ണിൽ, അതും ഭരണ സ്ഥിരാകേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഇസ്രയേൽ നടത്തിയിട്ടില്ല എന്നതാണ് സാഹചര്യം. ഇസ്രയേലിന്റെ ബിഗിൻ ഡോക്ട്രിൻ അനുസരിച്ച് തങ്ങളുടെ ശത്രുരാജ്യങ്ങൾ ആണവായുധം നേടുന്നത് തടയാൻ ഏതറ്റം വരെയും പോകാൻ അവർ മടിക്കില്ല. 1981 ഇറാഖിലെ ആണവ നിലയം തകർത്തതും 2007 സിറിയയിലെ നീക്കങ്ങളും ഇതിന് ഉദാഹരണങ്ങളാണ്. എന്നാൽ ഇറാൻ എന്നത് ഇറാഖോ സിറിയയെ പോലെ എളുപ്പത്തിൽ കീഴടങ്ങുന്ന ഒരു രാജ്യമല്ല. അവരുടെ സൈനിക ശേഷിയും ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും ഒരു നീണ്ട യുദ്ധത്തിന് അവരെ പ്രാപ്തരാക്കുന്നു. ഈ സംഘർഷം എങ്ങനെ അവസാനിക്കും എന്നത് പ്രവചനാതീതമാണ്. ഐക്യരാഷ്ട്രസഭയും മറ്റ് വൻ ശക്തികളും ഉടനടി ഇടപെട്ടില്ലെങ്കിൽ പശ്ചിമേഷ്യ ഒരു വലിയ ചാരക്കൂമ്പാരമായി മാറാൻ അധിക സമയം വേണ്ടിവരില്ല. നയതന്ത്ര ചർച്ചകൾക്ക് ഇപ്പോഴും സ്ഥാനമുണ്ടോ, അതോ ആയുധങ്ങൾ മാത്രമാണോ ഇനി സംസാരിക്കുക എന്നത് വരും മണിക്കൂറുകളിൽ കൃത്യമായി അറിയാൻ സാധിക്കും.
ഇസ്രയേലിൻ്റെ ഈ പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് എന്നത് ഒരു സുരക്ഷാ നടപടിയാണോ അതോ വലിയൊരു വിപത്തിലേക്കുള്ള ക്ഷണമാണോ എന്ന് കാലം തെളിയിക്കും. ഏതായാലും ലോകം ഇപ്പോൾ നിൽക്കുന്നത് ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ്. സമാധാനത്തിൻ്റെ വഴികൾ പൂർണ്ണമായും അടഞ്ഞു പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.